വിവിധ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റിയുള്ള ഒരു റിവ്യൂ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓൾറെഡി ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, HDFC ബാങ്ക് അങ്ങനെ കുറച്ച് ബാങ്കുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നിവയുടെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകളെ പറ്റിയുള്ള ഒരു റിവ്യൂ വീഡിയോ സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സേവിങ്സ് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകളെ പറ്റിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഈ വീഡിയോകളെല്ലാം തന്നെ നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റി ചെയ്ത റിവ്യൂ വീഡിയോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡുകളെ പറ്റി ചെയ്യുന്ന വീഡിയോസ് ഡെബിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ഫെഡറൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. വായന നല്ലൊരു ശീലമാണ്. എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ആർക്കും വായിക്കാനായിട്ടുള്ള സമയമോ ഒന്നും തന്നെ ഇല്ല. തിരക്ക് പിടിച്ച ജീവിതമാണ്. സോ ഇതിനൊരു പരിഹാരമാണ് ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത്. ഓഡിയോ ബുക്സ് ആണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ടൈം മാറ്റി വെക്കേണ്ടതായിട്ടില്ല. നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത് പോലെ ഈ ഒരു ഓഡിയോ ബുക്ക് പ്ലേ ചെയ്ത് നമുക്ക് കേൾക്കുവാനായി സാധിക്കും. നമ്മൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴോ അങ്ങനെ നമ്മൾ വേറെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ഓഡിയോ ബുക്സ് പ്ലേ ചെയ്ത് നമുക്കത് കേൾക്കാം. ഇത്തരത്തിൽ ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. കുക്കു FMൽ മലയാളം ഉൾപ്പെടെ ഏകദേശം 9 ലാംഗ്വേജിലുള്ള ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. കുക്കു FM ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കുറേയധികം ബുക്സും അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ലൈഫിൽ എല്ലാവരും തീർച്ചയായിട്ടും വായിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നത്. പലരുടെയും ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് വായിച്ചിരിക്കുക. സമയമില്ലാത്തവർക്ക് ഓഡിയോ ബുക്സ് പ്ലേ ചെയ്ത് അത് കേൾക്കാം. ഈ ഒരു കുക്കു FMന്റെ പ്രീമിയം വെർഷന്റെ ചാർജ് വരുന്നത് 399 രൂപയാണ് വർഷം. എന്നാൽ ഇപ്പോൾ നിലവിൽ മണി 50 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 രൂപ ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. അതായത് വെറും 199 രൂപ നൽകിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ നിലവിൽ എടുക്കുവാനായി സാധിക്കും. നിങ്ങൾക്ക് കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. 199 രൂപ എന്ന് പറയുന്നത് ഇയർലി ചാർജ് ആണ്. വർഷം വെറും 199 രൂപ ഇപ്പോൾ നൽകിയാൽ മതിയാകും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഫെഡറൽ ബാങ്ക് 3 നെറ്റ്വർക്കിൽ കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിസ വേരിയന്റിലുള്ള കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റുപ്പേ നെറ്റ്വർക്കിലും കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മുൻപ് മാസ്റ്റർ നെറ്റ്വർക്കിലായിരുന്നു കൂടുതലായിട്ടും ഫെഡറൽ ബാങ്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ RBI മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിന് ബാൻ കൊണ്ടുവന്നപ്പോൾ അവർ പിന്നീട് റുപ്പേയിലും വിസയിലും കൂടുതലായിട്ട് കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നിലവിൽ എന്തായാലും മാസ്റ്റർ കാർഡിൻ്റെ ബാൻ RBI പിൻവലിച്ചിട്ടുണ്ട്. സോ ഇനി എന്തായാലും ഫെഡറൽ ബാങ്ക് കൂടുതലായിട്ട് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലായിരിക്കും കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഓരോ കാർഡ് വേരിയന്റും പരിശോധിക്കാം. ആദ്യത്തെ ഒരു കാർഡ് വേരിയൻ്റാണ് ഫെഡ് ഫസ്റ്റ് കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡ്. ഇത് വിസ വേരിയന്റിലാണ് വരുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടാണ് ഫെഡ് ഫസ്റ്റ് അക്കൗണ്ട്. ആ ഒരു ഫെഡ് ഫസ്റ്റ് അക്കൗണ്ടിൽ എടുക്കുവാൻ സാധിക്കുന്ന ഒരു ഡെബിറ്റ് കാർഡാണ് ഈ ഒരു ഫെഡ് ഫസ്റ്റ് കോൺടാക്ട്ലെസ് ഡെബിറ്റ് കാർഡ്. ഈ ഒരു ഫെഡ് ഫസ്റ്റ് അക്കൗണ്ടിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ ഫെഡറൽ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റി ചെയ്ത റിവ്യൂ വീഡിയോ കാണുക. ലിങ്ക് വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 10,000 രൂപയാണ്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 2,500 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഡെയിലി ലിമിറ്റ് വരുന്നത് 12,500 രൂപയാണ്. ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് വരുന്നത് 150 രൂപ പ്ലസ് GST ആണ്. എന്നാൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 10,000 രൂപ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആയിട്ടോ ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ ആയിട്ടോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. പിന്നെ നെക്സ്റ്റ് ഫെഡറൽ ബാങ്ക് വൈഡ്ലി ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ക്രൗൺ ഡെബിറ്റ് കാർഡ്. ഈ ഒരു ക്രൗൺ ഡെബിറ്റ് കാർഡ് വിസ വേരിയന്റിലുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് വേരിയന്റിലുണ്ട്. വിസ ആണെങ്കിൽ ക്ലാസിക് ഡെബിറ്റ് കാർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വിസ വേരിയന്റ് മാസ്റ്റർ കാർഡ് വേരിയന്റും കൂടാതെ റുപ്പേ വേരിയന്റിലും ഇടയ്ക്ക് ഫെഡറൽ ബാങ്ക് ഈ ഒരു ക്രൗൺ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിലും ചില സമയത്തേക്ക് ഈ ഒരു റുപ്പേ വേരിയന്റിൽ ഈ ഒരു ക്രൗൺ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത് ഫെഡറൽ ബാങ്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഡെയിലി ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ POS ട്രാൻസാക്ഷനായിട്ടും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനായിട്ടും നമ്മൾ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. ഈ ഒരു കാർഡിൻ്റെ ജോയിൻ ഫീസ് വരുന്നത് 150 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീസ് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. ഈ ഒരു ക്രൗൺ ഡെബിറ്റ് കാർഡ് തന്നെ മാസ്റ്റർ കാർഡ് വേരിയന്റിൽ വരുമ്പോൾ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് നമുക്ക് 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. വിസ കാർഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ 2 ലക്ഷം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രൗൺ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 2.5 ലക്ഷം രൂപ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നുണ്ട്. ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപ തന്നെയാണ്. അങ്ങനെ മൊത്തം ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ് ഈ ഒരു മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ക്രൗൺ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ. നെക്സ്റ്റ് ഫെഡറൽ ബാങ്ക്
ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ഡെബിറ്റ് കാർഡാണ് ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ്. ഈ ഒരു ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് വിസ നെറ്റ്വർക്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പിൽ ലിമിറ്റ് വരുന്നത് ഡെയിലി 4 ലക്ഷം രൂപയാണ്, ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത് വിസ വേരിയൻറ്റിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡിൻ്റെ ഡെയിലി ലിമിറ്റാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. ക്വാർട്ടർലി 2 തവണ നമുക്ക് ഈ ഒരു വിസ വേരിയൻറ്റിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. പിന്നെ വെൽക്കം ഓഫർ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് ആദ്യത്തെ POS ട്രാൻസാക്ഷൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് 2000 റിവാർഡ് പോയിൻറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോർമലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും POS ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ നമ്മൾ ജനിച്ച മാസം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ POS ട്രാൻസാക്ഷനും നടത്തുമ്പോൾ ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് പകരം 2 റിവാർഡ് പോയിന്റ് കിട്ടും. അങ്ങനെ നമുക്ക് ആ ഒരു മാസം മൊത്തം 1000 റിവാർഡ് പോയിന്റ് വരെ ഈ രീതിയിൽ നേടുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ബുക്ക് മൈ ഷോ അതുപോലെ തന്നെ മറ്റു പല പാർട്ണർ സൈഡിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ബുക്ക് മൈ ഷോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 50% ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. മൂവി ടിക്കറ്റിന് അപ് ടു 300 രൂപ വരെ മിനിമം 2 ടിക്കറ്റെങ്കിലും ബുക്ക് ചെയ്യണം. പിന്നെ 200 USD ഒരു പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ്, മിൻറ്റ് എന്നിവയുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് കിട്ടുന്നുണ്ട് സൗജന്യമായിട്ട്. ഇനി ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ വിസ വേരിയൻ്റ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 599 രൂപയാണ് ഇതിൻ്റെ ആനുവൽ ഫീസ് വരുന്നത്. എന്നാൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ വർഷത്തിൽ 1 ലക്ഷം രൂപ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. ഇനി മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട്. ജോയിനിങ് ഫീസ് 500 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീസ് ആണെങ്കിലും 500 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഇതിൻ്റെ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. വിസ വേരിയൻ്റ് ആണെങ്കിൽ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 3.5 ലക്ഷം രൂപയാണ് ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് ഡെയിലി 75,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 4,25,000 രൂപയാണ്. പിന്നെ നമ്മൾ ഓരോ 150 രൂപയും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ നമുക്ക് ക്വാർട്ടർലി ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്. വിസ വേരിയൻറ്റിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ക്വാർട്ടർലി 2 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടിയിരുന്നു. ഇതിൽ ഒരു ലോഞ്ച് ആക്സസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് 450-ലധികം വരുന്ന പാർട്ണർ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് 15% ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. ഈ ഒരു ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് മാസ്റ്റർ കാർഡ് വേരിയൻറ്റിലാണെങ്കിൽ നമുക്ക് പാർട്ണർ ഓഫേഴ്സൊക്കെ കുറവാണ്. കൂടുതൽ ഓഫറും വിസ വേരിയൻറ്റിലുള്ള ഇമ്പീരിയോ ഡെബിറ്റ് കാർഡിലാണ്. ഈ ഒരു ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ഇമ്പീരിയോ സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ ഫെഡ് സ്മാർട്ട് സേവിങ്സ് അക്കൗണ്ട്, പിന്നെ ബീസ്പോക്ക് സേവിങ്സ് അക്കൗണ്ട് എന്നീ സേവിങ്സ് അക്കൗണ്ടുകളിലാണ് നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ എല്ലാ അക്കൗണ്ട് വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു കാർഡ് എടുക്കുവാനായി സാധിക്കില്ല. നെക്സ്റ്റ് ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ഡെബിറ്റ് കാർഡാണ് സെലസ്റ്റ ഡെബിറ്റ് കാർഡ്. ഈ ഒരു സെലസ്റ്റ ഡെബിറ്റ് കാർഡും വിസ വേരിയൻറ്റിലും മാസ്റ്റർ കാർഡ് വേരിയൻറ്റിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. വിസ നെറ്റ്വർക്ക് ആണെങ്കിൽ ഇൻഫിനിറ്റ് വേരിയൻ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്ന ഈ ഒരു ഡെബിറ്റ് കാർഡ്. അതിൻ്റെ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 6 lakh ആണ്. ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. മൊത്തം 7 ലക്ഷം രൂപയാണ് അങ്ങനെ ഈ ഒരു കാർഡിൻ്റെ ലിമിറ്റ് വരുന്നത്. നമുക്ക് ക്വാർട്ടർലി 2 തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യുവാനായി സാധിക്കും. പിന്നെ നമ്മൾ കാർഡ് കിട്ടിയിട്ട് ആദ്യം ഒരു 1000 രൂപ ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് 5000 റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ബർത്ത് മന്തിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ POS ട്രാൻസാക്ഷനായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റിന് പകരം 5 റിവാർഡ് പോയിന്റ് നേടുവാനായി സാധിക്കും. അങ്ങനെ അപ് ടു 1000 റിവാർഡ് പോയിന്റ് വരെ ആ ഒരു ബർത്ത് മന്തിൽ നമുക്ക് നേടാം. പിന്നെ നോർമൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ മാത്രമേ ഈ ഒരു റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ. പിന്നെ ഒരു $100 ഒരു പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് ഈ ഒരു കാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് അതുപോലെ തന്നെ മിൻറ്റിൻ്റെയൊക്കെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഒരു വർഷത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു അക്കൗണ്ട് സെലസ്റ്റ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഫെഡറൽ ബാങ്കിൽ. ആ ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ മാത്രമേ ഈ ഒരു സെലസ്റ്റ ഡെബിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കാർഡിന് ജോയിനിങ് ഫീസ് ഇല്ല. ആനുവൽ ഫീസ് വരുന്നത് 750 രൂപ പ്ലസ് GST ആണ്. പിന്നെ നമ്മൾ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനായിട്ടോ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷനായിട്ടോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. ഇനി ഈ ഒരു സെലസ്റ്റ കാർഡ് തന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണെങ്കിൽ ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് വരുന്നത് സെയിം തന്നെ 750 രൂപ തന്നെയാണ്. പിന്നെ നമുക്ക് ഡെയിലി
ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റും സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ നമുക്ക് ക്വാർട്ടറിൽ 2 തവണ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. അതും സെയിം ആണ്, പക്ഷേ ലോഞ്ചുകളുടെ ലിസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കും അതുപോലെ തന്നെ വിസ നെറ്റ്വർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ലോഞ്ചുകളുടെ ആ ഒരു ലിസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ അത് പരിശോധിക്കുക. പിന്നെ ഈ ഒരു മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള സെലസ്റ്റ കാർഡ് ആണെങ്കിൽ നമുക്ക് ബെർത്ത് മന്തിൽ അഡീഷണൽ റിവാർഡ് പോയിന്റ് അങ്ങനെയുള്ള ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വിസ വേരിയൻറ്റിലാണ് കൂടുതൽ ഓഫർ നമുക്ക് ഫെഡറൽ ബാങ്ക് ഈ ഒരു സെലസ്റ്റ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഫെഡറൽ ബാങ്ക് റുപ്പേ വേരിയൻറ്റിലും ഡെബിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റുപ്പേ ക്ലാസിക് ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ്. ഈ ഒരു കാർഡാണെങ്കിൽ ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ജോയിനിങ് ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക് വേരിയൻറ്റിലുള്ള റുപ്പേ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 150 രൂപ പ്ലസ് GST ആണ്. പ്ലാറ്റിനം വേരിയൻ്റ് ആണെങ്കിൽ 500 രൂപ പ്ലസ് GST ആണ് അതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത്. പ്ലാറ്റിനം വേരിയൻറ്റിലുള്ള റുപ്പേ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഹയർ ആണ്. ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. ഡെയിലി ATM വിഡ്രോൾ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. പിന്നെ 2 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഡെത്ത് അതുപോലെ തന്നെ ഡിസബിലിറ്റി കവറേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്വാർട്ടറിൽ 2 തവണ ഡൊമസ്റ്റിക് ലോഞ്ചും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോഞ്ചും പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായി സാധിക്കും. ഇന്ത്യയിൽ ഏകദേശം 25ഓളം ലോഞ്ചുകളും ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 400-ലധികം ലോഞ്ചുകളും അവൈലബിൾ ആണ്. പിന്നെ ക്ലാസിക് വേരിയൻ്റ് ആണെങ്കിൽ ഡെയിലി ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഷോപ്പിംഗ് ലിമിറ്റ് ATM വിഡ്രോവൽ ലിമിറ്റ് ആണെങ്കിൽ 25,000 രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 2,25,000 രൂപയാണ്. ഒരു 200 രൂപ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ ഓരോ ഡെബിറ്റ് കാർഡ് ടൈപ്പിലും നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് കാണുന്നതാണ്. വിസ സെലസ്റ്റ് ആണെങ്കിൽ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ റുപ്പേ ക്ലാസിക് അതുപോലെ തന്നെ റുപ്പേ പ്ലാറ്റിനം ആണെങ്കിൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള ഇമ്പീരിയോ കാർഡ് ആണെങ്കിൽ ഒരു 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. പിന്നെ മാസ്റ്റർ കാർഡ് ക്രൗൺ ആണെങ്കിൽ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. ഇത് കൂടാതെ ഫെഡ് ഫെഡ് മൊബൈൽ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. NEFT RTGS IMBS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷന് 2 റിവാർഡ് പോയിന്റ് കിട്ടും. ഇനി ബിൽ പേയ്മെൻറ്റ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓരോ 100 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടുന്നതാണ്. ഈ ഒരു ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് ഇപ്പോൾ നിലവിൽ ഒറ്റത്തവണയായിട്ടല്ല എടുക്കുന്നത്, ക്വാർട്ടർലി ആ ഒരു ചാർജ് എടുക്കുന്നത്. ഇപ്പോൾ 150 രൂപയാണ് ആനുവൽ ഫീസെങ്കിൽ ആ 150 രൂപ 4 ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്വാർട്ടറിലും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചാണ് അവരെടുക്കുന്നത്. പിന്നെ ഫെഡറൽ ബാങ്കിൽ ഫെഡ് ക്ലാസിക് അക്കൗണ്ട്, ഫെഡ് ക്ലാസിക് പ്രീമിയം അക്കൗണ്ട്, BSPD അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് കാർഡിന് ചാർജ് വരുന്നില്ല, ആനുവൽ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 2,500 രൂപയ്ക്ക് മുകളിൽ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് ആണെങ്കിൽ നമ്മളത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഫെഡറൽ ബാങ്ക് ഒഴിവാക്കി തരും. പിന്നെ റുപ്പേ വേരിയൻറ്റ് അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് ക്രൗൺ, റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആനുവലി 50,000 രൂപയുടെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒഴിവാക്കി കിട്ടും. ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യുകയില്ല. ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമ്പീരിയോ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ആനുവലി നമ്മൾ 1 ലക്ഷം രൂപയുടെ POS ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തണം. പിന്നെ സെലസ്റ്റ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ ആനുവലി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഒഴിവാക്കി കിട്ടും. പിന്നെ ഫെഡറൽ ബാങ്കിലെ ഡെബിറ്റ് കാർഡുകളുടെ ഫോറിൻ കറൻസി മാർക്ക് ഫീ വരുന്നത് 3.5% പ്ലസ് GST ആണ്. ഇൻ്റർനാഷണൽ ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് 100 രൂപയാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. ഇൻ്റർനാഷണൽ ATM വഴിയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 25 രൂപ പ്ലസ് GST ആണ് ഈടാക്കുന്ന സർവീസ് ചാർജ്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്തുവാനായി സാധിക്കും, ലിമിറ്റ് വരുന്നില്ല. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ ഒരു അക്കൗണ്ട് കാറ്റഗറി അനുസരിച്ച് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ക്ലബ്ബ്, ഡിലൈറ്റ്, പ്രൈഡ്, ഫ്രീഡം SBI, ഫെഡ് സെൽഫി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കേരളത്തിനുള്ളിലെ അക്കൗണ്ടിന് അതർ ബാങ്കിൻ്റെ ATMൽ മന്ത്ലി ലിമിറ്റ് വരുന്നത് 5 ആണ്. പിന്നെ സാലറി സ്കീംസ് ആണെങ്കിൽ ബേസിക് അതുപോലെ തന്നെ പ്രീമിയം വേരിയൻറ്റിൽ 2 തരത്തിലുള്ള റെസ്ട്രിക്ഷനാണ് വരുന്നത്. ബേസിക് ആണെങ്കിൽ നമുക്ക് മന്ത്ലി 10 ATM ട്രാൻസാക്ഷൻ അതർ ബാങ്കിൻ്റെ ATMൽ സൗജന്യമായിട്ട് നടത്താം. പ്രീമിയം വേരിയൻറ്റിലുള്ള സാലറി അക്കൗണ്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷനാണ് വരുന്നത്. പിന്നെ സെലസ്റ്റ സ്കീം ആണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് 10 ലക്ഷം രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ നടത്താം അതർ ബാങ്കിൽ. പിന്നെ 100 സ്കീം ആണെങ്കിൽ 5 നമുക്ക് അതർ ബാങ്കിൻ്റെ ATMൽ ഒരു മാസം നടത്തുവാനായി സാധിക്കുകയുള്ളൂ. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷന് 21 രൂപ പ്ലസ് GSTയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 11 രൂപ പ്ലസ് GSTയും സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് നിലവിൽ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകൾ. ഇതിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി
പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneymalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.